ഈ അല്ലു അർജുന്റെ ചുണ്ട് പണ്ട് ആദ്യം കണ്ടപ്പോൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ചുണ്ട് ഭയങ്കര വലുതായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സിനിമകളിൽ വളരെ ചെറിയൊരു ചുണ്ടാ. അല്ലു അർജുനെ കുറിച്ച് പറയുന്നത് കാരണം ഞാനൊരു ഹാർഡ് കോർ അല്ലു അർജുൻ ഫാനാണ്. അതുകൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചത്. ഈ അല്ലു അർജുൻ എന്നെ ഏറ്റവും വലിയ ഒരു സർജറിയിലോട്ട് എനിക്കൊരു വഴി കാണിച്ച വ്യക്തിയാണ് അല്ലു അർജുൻ. അങ്ങനെ റീസെന്റ് കുറെ കാലം കഴിയുമ്പോഴത്തെ അല്ലു അർജുന്റെ ചുണ്ട് വളരെ ഒതുങ്ങി, നല്ല ഭംഗിയായി. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, ഞാൻ പഠിക്കാൻ തുടങ്ങി. സോ ആ ഒരു സർജറിയാണ് ലിപ്പ് ഡീബൾക്കിംഗ് സർജറി, അതായത് ചുണ്ടിന്റെ വണ്ണം കുറക്കുന്ന സർജറി. മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മഞ്ജു വാര്യർ പുള്ളിക്കാരി തിരിച്ചു വന്നപ്പോൾ പഴയതിനേക്കാളും ഭംഗി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം സർജറീസ് ആണല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല മഞ്ജുയുടെ കേസിൽ, മഞ്ജു വാര്യരുടെ കേസിൽ സർജറീസ് സാധ്യത വളരെ കുറവാണ്. മഞ്ജുയുടെ എനിക്ക് തോന്നുന്നു മഞ്ജു നല്ലോണം ലൈഫ് സ്റ്റൈൽ മാറ്റി എന്നുള്ളതാണ്. ഈ കേരളത്തിലെ കുറച്ച് ആമ്പിള്ളേർക്ക് ഈ മീശയും താടിയും ഒന്നുമില്ല. അപ്പൊ ഈ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ എളുപ്പമാണ്. ബിയർഡ് ട്രാൻസ്പ്ലാന്റ് എളുപ്പമാണ്. ബിയർഡ് ട്രാൻസ്പ്ലാന്റിന്റെ ഈ താടി മീശയുടെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാല് 16 വയസ്സുള്ള പയ്യനും 17 വയസ്സുള്ള പയ്യന്മാരും വന്നിട്ട് പറയും എനിക്ക് താടി മീശയില്ല. അപ്പൊ ഞാൻ അടിക്കും, ഓടാൻ അങ്ങോട്ട് പറയും. ഇപ്പൊ എല്ലാരും ഈ കൊറിയൻ ഫേസ് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ക്ലൈൻസ് വന്നിട്ടുണ്ട്? കൊറിയൻ ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ് ഗോൾഡൻ പ്രൊപ്പോർഷൻ ആണ്. ഒരു മുഖത്തിന് മൂക്ക് ഇങ്ങനെ വേണം, ഇത് ഇവിടെ വേണം, ഇത് ഇവിടെ വേണം, ജോ ലൈൻ ഇങ്ങനെ വേണം എന്നുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ വേർഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഈ കേരളത്തിലെ കുറച്ച് ആമ്പിള്ളേർക്ക് ഈ മീശയും താടിയും ഒന്നുമില്ല. അപ്പൊ ഈ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ എളുപ്പമാണ്. ബിയർഡ് ട്രാൻസ്പ്ലാന്റ് എളുപ്പമാണ്. ബിയർഡ് ട്രാൻസ്പ്ലാന്റിന്റെ ഈ താടി മീശയുടെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാല് 16 വയസ്സുള്ള പയ്യനും 17 വയസ്സുള്ള പയ്യന്മാരും വന്നിട്ട് പറയും എനിക്ക് താടി മീശയില്ല. അപ്പൊ ഞാൻ അടിക്കും, ഓടാൻ അങ്ങോട്ട് പറയും. കാരണം ഈ താടി മീശയും വരാനുള്ള ഒരു മിനിമം സമയം കൊടുക്കട്ടെ. 16 വയസ്സിലേക്ക് വലിയ കട്ടി താടി മീശയും വേണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പം ഒരു പ്രായം കഴിഞ്ഞിട്ടും ഒരു 24 അല്ലെങ്കിൽ 30 ആയിട്ടും താടിയും മീശയും വരാത്തവർക്ക് ചിന്തിക്കാവുന്ന ഒരു സാധനമാണ് ബിയർഡ് ട്രാൻസ്പ്ലാന്റ്. അതായത് നമ്മളുടെ മുടി പിന്നിൽ നിന്ന് എടുത്തിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ ബിയർഡ് ലൈൻ, മുസ്റ്റാഷ് ലൈൻ എങ്ങനെയാണോ വേണ്ട ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. നമ്മുടെ മുടി എടുത്തിട്ടാണ്, വേറൊരു മുടി എടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളുടെ ഹെയറിന്റെ ഇവിടുന്ന് എടുത്തിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോ തലയിൽ മുടിയില്ലാത്ത ആളാണെങ്കിൽ പറ്റില്ല. പറ്റില്ല. തലയിൽ മുടിയില്ലാത്തവൾ താടി മീശ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റല്ലേ? അപ്പം ഇപ്പം പിന്നിൽ മുടി ഉണ്ടെങ്കിൽ, പിന്നിൽ ഇവിടെയല്ല, ഇപ്പൊ പിന്നിലുള്ള മുടി ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, മീശയും താടിയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഈ ഐബ്രോസ് അതുപോലെ എങ്ങനെയാണ്? ഈ നമ്മുടെ കണ്ണ് ഭയങ്കര ചെറുതായിട്ട്, അതായത് താണ് കിടക്കുകയാണെങ്കിൽ ഈ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് വലുതാവൂ പിന്നീട്? അതായത് നമ്മൾക്ക് ഒരു ചിലവർക്ക് എന്താന്ന് വെച്ചാൽ പ്രായമാവുമ്പോൾ ഈ കണ്ണ് കുറച്ച് താണ് വരും, ഈ ഐബ്രോസ് ഒക്കെ താണ് വരും. ഐബ്രോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്, ലാറ്ററൽ ബ്രോ ലിഫ്റ്റിംഗ് എന്ന് പറയുക. അതായത് കണ്ണിന്റെ ഈ കോർണേഴ്സ്, 2 കോർണേഴ്സിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് 2 രീതിയിലാണ് ലിഫ്റ്റ് ചെയ്യുക. ഒന്ന് ത്രെഡ് ലിഫ്റ്റിംഗ് എന്ന് പറയുക, അതായത് ചെറിയൊരു നൂലിട്ടിട്ട് നമുക്ക് വലിക്കാം, പക്ഷെ ടെമ്പററി ആണ്, കുറച്ച് കാലം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ലാറ്ററൽ ബ്രോ ലിഫ്റ്റ് എന്ന് പറഞ്ഞ സർജറി ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ചെറുങ്ങനെ തുറന്നിട്ട് ഈ പുരികത്തിനെ സ്റ്റിച്ച് ചെയ്തിട്ട് മേലോട്ട് വലിക്കും. അപ്പൊ നമ്മൾ ഫോക്സ് ഐ എന്ന് പറയും. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഭയങ്കര പോപ്പുലർ ആണ് ഫോക്സ് ഐ. അതായത് കണ്ണിനെ ഫോക്സ് ഐ പോലെ ഇതിങ്ങോട്ട് ഒരു പുതിയ മോഡൽ ലുക്കാണ് ഫോക്സ് ഐസ്. പോസിബിൾ ആണ്, സിമ്പിൾ ആണ്. ഇപ്പൊ എല്ലാരും ഈ കൊറിയൻ ഫേസ് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ക്ലൈൻസ് വന്നിട്ടുണ്ട്? കൊറിയൻ ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ് ഗോൾഡൻ പ്രൊപ്പോർഷൻ ആണ്. ഒരു മുഖത്തിന് മൂക്ക് ഇങ്ങനെ വേണം, ഇത് ഇവിടെ വേണം, ഇത് ഇവിടെ വേണം, ജോ ലൈൻ ഇങ്ങനെ വേണം എന്നുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ വേർഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ആ കൊറിയൻ ഫേസ് എന്നുള്ളതല്ല, എല്ലാവരും ഈ മൊബൈൽ നോക്കിയിട്ട് എല്ലാവരും ഭയങ്കര ഭംഗി. ഇപ്പൊ ഞാൻ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, കൊഴുപ്പെടുത്ത് മുഖത്ത് വെച്ചു കൊടുക്കുന്നത്. അതെന്താ വെച്ചാല് ഒരു പ്രായം കഴിയണമെന്നില്ല, ചിലവർക്ക് മുഖത്ത് വണ്ണം ഉണ്ടാവില്ല. എന്ത് കളിച്ചിട്ടും വെയിറ്റ് കൂടിയാലും മുഖത്ത് വണ്ണം ഉണ്ടാവില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം വണ്ണം കുറഞ്ഞു വരുന്നവരുണ്ട്. ചിലവർ, ഞാൻ ഇപ്പൊ ഒരു 2-3 പേഷ്യൻസിൽ ഞാൻ കണ്ടത് എന്താ വെച്ചാല് പല്ലൊക്കെ പോയി, സെറ്റ് പല്ലൊക്കെ വെച്ചു, പക്ഷെ പല്ല് പോയതിന്റെ ഭാഗമായിട്ട് കവിളൊട്ടി. പിന്നെ ഒരു 50കളില് 40കളിലൊക്കെ പോകുമ്പോൾ പണ്ട് മുഖം നല്ല ഉണ്ട മുഖമായിരുന്നു, നല്ല കവിളുള്ള മുഖമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റെ കവിളൊക്കെ പോയി, സൗന്ദര്യം കുറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഫേഷ്യൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ വയറിൽ നിന്ന് ഇത്തിരി കൊഴുപ്പെടുക്കും, തരിപ്പിച്ചിട്ട് ആ കൊഴുപ്പിനെ ഒരു നാനോ ഫാറ്റ്, മൈക്രോ ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് ഫാറ്റ് ആക്കി പ്രോസസ് ചെയ്യും. ഫില്ലേഴ്സ് പോലെ. ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സിന്തറ്റിക് മെറ്റീരിയൽ. ഇത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ കൊഴുപ്പെടുക്കും. ആ കൊഴുപ്പിനെ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ കവിളുണ്ടാക്കാം, കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ്, കണ്ണിന്റെ അടിയിൽ കുഴിഞ്ഞ കണ്ണിനെ വെളിയിലോട്ട് കൊണ്ടുവരാം, കവിള് കൊണ്ടുവരാം, താടി മുന്നോട്ട് കൊണ്ടുവരാം.
ഇപ്പൊ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഭയങ്കര ട്രെൻഡിങ് ആണ്. അത് പക്ഷെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടോ അത് ഫാറ്റ് കേൾക്കുന്നത്. ഗ്രാഫ്റ്റിംഗ്, ഫേഷ്യൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. അത് അപ്പൊ എത്രത്തോളാണ് റേഞ്ച് വരുന്നത്? കോസ്റ്റ് ആണോ? അതിന്റെ കോസ്റ്റ് ഒരു 50,000 to 1 lakh ഇടയിൽ വരും. ഡോക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് സർജറീസ് പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട സർജറി ഏതാണ്? അങ്ങനെയല്ല, ഇതിലെല്ലാം ഓരോന്ന് എല്ലാം എന്റെ ഫേവറേറ്റ്സ് ആണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് സങ്കടം ഉണ്ടാവും. എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെ വന്ന് സർജറി ചെയ്യുന്നത്? ഒരു സർജൻ എന്നുള്ള നിലയിൽ എന്റെ കണ്ണിയാണ്, എന്റെ തൊഴിലാണ് ഇത്. പക്ഷെ എന്നാലും ചില കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് രക്ഷിതാക്കളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടൊക്കെ വന്നിട്ട് സർജറി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നും, സങ്കടം വരാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ഇല്ല. എല്ലാ സർജറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മായാനദി സിനിമയില് ടോവിനോട് ഐശ്വര്യലക്ഷ്മി സിനിമയില് അപ്പു, അതായത് ഐശ്വര്യലക്ഷ്മിന്റെ ക്യാരക്ടർ മാത്രത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ സ്മൈൽ കറക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് സ്മൈൽ കറക്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ വിട്ട പല്ലിന്റെ ഗ്യാപ്പ് ഒന്ന് ശരിയാക്കാനും ചിരി നല്ല ബെസ്റ്റ് ആക്കി എടുക്കാനും. എന്താണ് ഈ ശരിക്കും ഈ സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്നത്? സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്ക് ഓരോ ടൈപ്പിലാണ് എന്നുള്ളതാണ്. ചിലവർക്ക് പല്ലിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, വെനീസ് വെച്ചിട്ട് അവരുടെ ചിരി അവരുടെ മുഖത്തിന് ചേർന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പം അത് എളുപ്പമാണ്. വിത്തിൻ 5 days, ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ ചിരി മാറ്റിയിട്ട് കൊണ്ടുപോകാം. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ല് പൊന്തിയതായിരിക്കും. അപ്പോൾ സർജറി ചെയ്തിട്ട് എല്ലൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റും. പ്രായമായവർക്ക് എന്താണെന്ന് വെച്ചാൽ പ്രായമാകുന്നതിന്റെ ഭാഗമായിട്ട് പല്ലിന്റെ ഭംഗി കുറയും. പല്ലിനും പ്രായം ബാധിക്കുന്നുണ്ട്. അപ്പം മുഖക്ക് നല്ല ഭംഗിയായിരിക്കും, പക്ഷെ പല്ല് ഭയങ്കര ഏജ്ഡ് ആയിരിക്കും, മഞ്ഞ പല്ലുകളും അതേ പല്ലിന്റെ അറ്റൊക്കെ. അപ്പൊ അവർക്കും വെനീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത്. അപ്പൊ ആക്ച്വലി വെനീറിംഗ് ആണ് ഈ പറയുന്ന സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ബേസ്. വെനീർസ്, അതായത് മുട്ടത്തോട് പോലെ ഒരു ആവരണമാണ് പല്ലിന്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഡിജിറ്റലി നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഒരു സ്മൈലിനെ ആക്കാൻ പറ്റുന്നതാണ് സ്മൈൽ ഡിസൈനിങ്. നമ്മള് ലാലേട്ടനെയും മമ്മൂക്കേനെയും കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയേണ്ട മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മഞ്ജു വാര്യർ. പുള്ളിക്കാരി തിരിച്ചു വന്നപ്പോൾ പഴയതിനേക്കാളും ഭംഗി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം സർജറീസ് ആണല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല മഞ്ജുയുടെ കേസിൽ, മഞ്ജു വാര്യരുടെ കേസിൽ സർജറീസ് സാധ്യത വളരെ കുറവാണ്. മഞ്ജുയുടെ എനിക്ക് തോന്നുന്നു മഞ്ജു നല്ലോണം ലൈഫ് സ്റ്റൈൽ മാറ്റി എന്നുള്ളതാണ്. മഞ്ജു ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈസ് സീറോ ആണ്. ഈ സൈസ് സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ അത്രയും. ഇപ്പൊ നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളിപ്പം ബോളിവുഡിലെ ഫിലിം സ്റ്റാർസിൽ ലേഡി ഹീറോയിൻസിനൊക്കെ ആരാ തടിയുള്ളത്? എല്ലാവരും സൈസ് സീറോ ആണ്. ഈ സൈസ് സീറോ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ ടു ദ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. എല്ലാം നല്ല ഫുഡ്സ്, നല്ല സാധനം. അപ്പൊ നമ്മുടെ സ്കിൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. അതാണ് ഒരു ഫാക്ടർ. സെക്കൻഡ് തിങ്, മിക്കവാറും ഫില്ലേഴ്സ് ആണ്. ജോ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒന്നിക്കൽ ജോ ഇംപ്ലാന്റ്, അതായത് ചിഹ്നം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്തായാലും ചിഹ്നം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഐദർ ബൈ എ ഫില്ലേഴ്സ് ഓർ എ ഇംപ്ലാന്റ്. ഒന്നിക്കൽ സിലിക്കൺ ഇംപ്ലാന്റോ അല്ലെങ്കിൽ ഒരു ഫില്ലേഴ്സ് വെച്ചിട്ടായിരിക്കും താടി. പിന്നെ ഈ മാലാർ ഇവിടെയും ഫില്ലേഴ്സ് അടിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു പ്രൊപ്പോർഷൻ നല്ല ഭംഗിയായിട്ട് കിട്ടിയത്. പിന്നെ ലൈഫ് സ്റ്റൈൽ, ആ ഒരു സൈസ് സീറോ ലുക്ക്, അതുകൊണ്ടാണ്. ഡോക്ടർ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ഷെയർ ചെയ്തിട്ടൊരു സംഭവം കണ്ടു. ആൺകുട്ടികൾ മസ്റ്റായിട്ടും ഈ ഫേസ് ഭംഗി വെക്കാൻ കുറച്ച് കോസ്മെറ്റിക്സ് എങ്കിലും ഉപയോഗിക്കണം, അല്ലെങ്കിൽ പണി കിട്ടുന്നു. അങ്ങനത്തെ കുറച്ച് കോസ്മെറ്റിക്സ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും രണ്ടുപേർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി റുട്ടീൻസിൽ മാറ്റം വരുത്തേണ്ട സ്കിൻ കെയർ എന്നൊന്ന് പറഞ്ഞു തരുമോ? ബേസിക്കലി ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം പഠിക്കണം. അതായത് നമ്മളുടെ ശരീരത്തിന് ഈർപ്പം വേണം. ആ ഈർപ്പം വേണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ടത് ഒന്ന് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഹൈഡ്രേഷൻ, നല്ല വെള്ളം കുടിക്കണം നമ്മൾ. പിന്നെ റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ലോണം കഴിക്കണം. ഇത് കഴിച്ചാൽ തന്നെ ഒരു പരിധി വരെ സൗന്ദര്യം വരും. രണ്ടാമത്, ആവുന്നതും ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആവുന്നത് നമ്മൾ അനാവശ്യമായിട്ട് കഴിക്കുന്ന ഷുഗേഴ്സ് ഒക്കെ കട്ട് ചെയ്താലും നമ്മുടെ സ്കിൻ ഭയങ്കര നന്നാവും. മൂന്നാമത് വേണ്ടതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പൊ എന്നോട് ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ഡോക്ടറെ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ലല്ലോ. അപ്പൊ ഈ സൺസ്ക്രീൻ ഒരു ഗുണവും കിട്ടാനല്ല ഉപയോഗിക്കുന്നത്. സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന ഒരുപാട് മാറ്റങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നുള്ളതാണ്. അത് നമ്മൾ ഈ കുപ്പായ ഇടുന്ന ഡ്രസ്സ് ഇടുന്നതിന് പോലെ തുല്യമാണ്. അപ്പൊ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏജിങ് പ്രിവെന്റ് ചെയ്യും. നിങ്ങളുടെ സ്കിന്നിന് പ്രായം വെക്കുന്നത് വളരെയധികം കുറയും. സെക്കൻഡ് തിങ്, അൺവാണ്ടഡ് പിഗ്മെന്റേഷൻ, മുഖത്ത് വരാവുന്ന പിഗ്മെന്റേഷൻ കുറയും. മൂന്ന്, നിങ്ങൾ എന്ത് ഭംഗി കൂടാനുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നു അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പൊ അത്. നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ
ക്വാളിറ്റി ഓഫ് ദ സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്, സൺസ്ക്രീൻ ഉപയോഗിച്ച് വെളുക്കുന്നില്ല. അല്ല, സൺസ്ക്രീനിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു സംഭവമാണ്. ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. പക്ഷേ ഈ ഹിന്ദി നടി കാജലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വെളുക്കാൻ കാരണം അല്ലെങ്കിൽ എന്റെ സ്കിൻ ഗ്ലോ ചെയ്യാൻ കാരണം സൺസ്ക്രീൻ ആണ്. ബേസിക്കലി ഇപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം. അപ്പം എനിക്ക് തന്നെ പറയാം, കാരണം എൻ്റെ 20കളിലും എൻ്റെ 30കളിലെയും കാട്ടിയും ആക്ച്വലി ഇത് ക്വാളിറ്റി ഓഫ് സ്കിൻ എൻ്റെ 40കളിലാണ് നല്ലത്. എൻ്റെ ക്വാളിറ്റി ഓഫ് സ്കിൻ 40ലാണ് എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി വന്നിരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫ് സ്റ്റൈൽ നന്നായി എന്നുള്ളതാണ്. ഒന്ന് സൺസ്ക്രീൻ, രണ്ട് ബേസിക്കലി നമ്മൾക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ് പിഗ്മെന്റിങ് സീറം വേണം എന്നുള്ളതാണ്. ഈ ഡീപ് പിഗ്മെന്റിങ് സീറം എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ഉണ്ട്. സാലിസിലിക് ആസിഡ് ഉണ്ട്, കോജിക് ഉണ്ട്, ഗ്ലൈക്കോളിക് ഉണ്ട്, അങ്ങനെ ഒരുപാട് നാസിനമൈഡ് ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു സീറം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൂട്ടീൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഡെയിലി യൂസ്, അതായത് രാത്രി കാലങ്ങളിൽ. ഈ നാസിനമൈഡ്, കോജിക്, ഗ്ലൈക്കോളിക് ഇതൊക്കെ ഡീപ് പിഗ്മെന്റിങ്, അതായത് മുഖത്ത് വരുന്ന ചെറിയ ചെറിയ പിഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ മുഖത്തിന്റെ അൺഈവൻ ടോൺ മാറ്റാനുള്ളതാണ്. സാലിസിലിക് എന്ന് പറയുന്ന പീല് ഒന്ന് അൺഈവൻ ടോൺ മാറ്റും, രണ്ടാമത് പിമ്പിൾസ് വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് സാലിസിലിക് ആസിഡ് പീൽ, സീരം. പിന്നെ അത് ഒരു 3-4 ദിവസം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 1-2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, റെറ്റിനോൾ ബേസ്ഡ് സീറം യൂസ് ചെയ്യണം. റെറ്റിനോൾ, ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റി ഏജിങ് സിറമാണ്. നമ്മുടെ സ്കിന്നിന്റെ പ്രായം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് റെറ്റിനോൾ സിറം. സോ റെറ്റിനോൾ സിറത്തിന് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്യാപ്പ് ഇട്ടിട്ട്, ഇടവിട്ടിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ സ്കിൻ നന്നാവും. പ്രായമാവുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തിൽ നിന്ന് ഈർപ്പം പോവുകയാണ്, അതായത് ഡ്രൈനെസ് ആണ്. അപ്പൊ ഡ്രൈനെസ് വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ അലുറോണിക് ആസിഡ് സീറം ഉപയോഗിക്കണം. അതായത് അത് ഡീപ്പ് ഹൈഡ്രേഷൻ തരും, നമ്മുടെ മുഖത്തിന് ഈർപ്പം തരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹൈ അലുറോണിക് ആസിഡ് സീറം ഉപയോഗിക്കാം. 1-2 ദിവസം റെറ്റിനോൾ സീറം ഉപയോഗിക്കാം പ്രായമാവുന്നവർ. രാവിലെ ഭയങ്കരമായിട്ടുള്ള ഓയിലി സ്കിൻ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു മോയ്സ്ചറൈസർ ഇടണമെന്നൊന്നും നിർബന്ധം പറയില്ല. കാരണം നമ്മുടെ കേരളത്തില് ഇവിടുത്തെ ഈ ഒരു ഹ്യൂമിഡിറ്റി കാരണം ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഓയിൽ സെക്രീഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ പുറത്ത് വീണ്ടും മോയ്സ്ചറൈസർ ഇടണമെന്ന് ഞാൻ ആവശ്യപ്പെടാറില്ല. ഞാൻ മറിച്ച് എന്ത് പറയുന്നു, ഒരു സൺസ്ക്രീൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. അല്ല എന്നുള്ളതാണെങ്കിൽ വൈറ്റമിൻ സി സീറം ഇട്ടിട്ട് അതിന്റെ പുറത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാം. ബെസ്റ്റ് കോമ്പിനേഷൻ വൈറ്റമിൻ സി സീറം പ്ലസ് സൺസ്ക്രീൻ. ഈ വൈറ്റമിൻ സി സീറം എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീനിന്റെ എഫക്റ്റിനെ ഒന്നും കൂടി ഡബിൾ ചെയ്യുന്നു. അപ്പൊ വൈറ്റമിൻ സി സീറം പ്ലസ് സൺസ്ക്രീൻ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ വൈറ്റമിൻ സി സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ. പിന്നെ എന്ത് മേക്കപ്പ് ഇട്ടോ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ബേസിക് സ്കിൻ കെയർ ആണ്. അതെ. ഈ അല്ലു അർജുന്റെ ചുണ്ട് പണ്ട് ആദ്യം കണ്ടപ്പോ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പുള്ളിയുടെ ചുണ്ട് ഭയങ്കര വലുതായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സിനിമകളിൽ വളരെ ചെറിയൊരു ചുണ്ടാ. അല്ലു അർജുനെ കുറിച്ച് പറയരുത്, കാരണം ഞാനൊരു ഹാർഡ് കോർ അല്ലു അർജുൻ ഫാനാണ്. അതുകൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചത്. ഈ അല്ലു അർജുൻ എന്നെ ഏറ്റവും വലിയ ഒരു സർജറിയിലോട്ട് എനിക്കൊരു വഴി കാണിച്ച വ്യക്തിയാണ് അല്ലു അർജുൻ. സത്യം ഞാൻ പറയാം. ഓക്കെ, ഞാനൊരു ഹാർഡ് കോർ അല്ലു അർജുൻ ഫാനാണ്. അപ്പൊ ഞാൻ അല്ലു അർജുന്റെ പടം എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഫസ്റ്റ് ഷോ കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ റീസെന്റ് കുറെ കാലം കഴിയുമ്പോഴത്തെ അല്ലു അർജുന്റെ ചുണ്ട് വളരെ ഒതുങ്ങി, നല്ല ഭംഗിയായി. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, ഞാൻ പഠിക്കാൻ തുടങ്ങി. സോ ആ ഒരു സർജറിയാണ് ലിപ്പ് ഡീബൾക്കിംഗ് സർജറി, അതായത് ചുണ്ടിന്റെ വണ്ണം കുറക്കുന്ന സർജറി. ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ അലട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ വളരെ മലർന്ന് തടിച്ച് വണ്ണമേറിയ ചുണ്ടുകളാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് 200ന്റെ മുകളിൽ ഞാൻ ലിപ്പ് ഡീബൾക്കിംഗ് സർജറി കേരളത്തിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അതിൽ 90% ചെയ്തതും പുരുഷന്മാർക്കാണ്, ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ്. അതിൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, വലിയ ഉദ്യോഗസ്ഥന്മാരുടെ, ചെറിയ ആമ്പിള്ളേരുണ്ട്, എല്ലാ റേഞ്ചസിലെ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. 200+ കേസസ്. ഒരുപാട് പേർക്ക് ലിപ് ഡീബൾക്കിംഗ് നല്ലൊരു ലൈഫ് ചേഞ്ചിങ് സർജറിയാണ്. ആ മുഖത്തിന്റെ പ്രൊപ്പോർഷൻസ് മാറും. അതിനും എൻ്റെ പബ്ലിക്കേഷൻസും ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ഈ ഒരു 200+ കേസസിന്റെ എൻ്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട് ഓൺ ലിപ് ഡീബൾക്കിംഗ് സർജറി. പക്ഷേ ആണുങ്ങൾക്ക് ഈ ലിപ് ബൾജിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവാന്ന് പറഞ്ഞാലും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ കുറച്ച് വലിയ ചുണ്ടുകൾ തന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് വിചാരിക്കുക. ആ വലിയ ചുണ്ടല്ല ഈ പറയുന്ന ചുണ്ടുകൾ എന്ന് വെച്ചാല് അത് ഒരു കുറച്ച് ഭംഗികേടുള്ള ചുണ്ടുകൾ ഉണ്ട് ചിലവർക്ക്, ഭയങ്കര പ്രൊമിനന്റ് ആയിട്ട് ഇങ്ങനെ മലർന്നിട്ട്. അപ്പൊ അത് ആക്ച്വലി അവർക്കത് ഭയങ്കര വിഷമാണ്. ചിലവർ മാസ്ക് ഒക്കെ ഇട്ട് നടക്കുന്നവരുണ്ട്, ചിലവര് കോളേജിൽ പോകുമ്പോൾ അങ്ങനെ. ഈ സർജറീസ് ഒക്കെ ആരും ഒരു തമാശക്ക് വന്ന് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒരു കഥയുണ്ട് ഇതിൽ. ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ ആണ്, അവരുടെ ഒരു പേഴ്സണാലിറ്റീനെ അവരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ആ ഒരു ചെറിയൊരു കോൺഫിഡൻസിന്റെ ഇഷ്യൂവിനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ
അവർ മുൻനിരയിലോട്ട് വരും, മെയിൻ സ്ട്രീമിലോട്ട് വരും. അപ്പൊ ആ ഒരു കോൺഫിഡൻസിനെ മാറ്റാനുള്ള ഒരു സർജറിയാണ് ഇത്. ഈ ചുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മുച്ചറിയായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്, അതിന്റെ സർജറീസ് പോലെ ചെയ്തിട്ടുണ്ട്. മുച്ചറി മുറിയെണ്ണാക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ മാക്സിലോഫേഷ്യൽ സർജറിയുടെ ഉത്ഭവം മുതൽ തുടങ്ങിയ ഒരു സർജറിയാണ്. ഒരു 60-കളിൽ 70-കളിലൊക്കെ നമ്മൾ എല്ലാ ഡോക്ടേഴ്സും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ മുച്ചറി മുറിയെണ്ണാക്കിന്റെ ഒരു പെർസെന്റേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്, കേരളത്തിലുണ്ട്, മംഗലാപുരത്തുണ്ട്, പല സ്ഥലത്തുണ്ട്. അവിടെ ഫ്രീ ആയിട്ട് തന്നെ ഈ സർജറീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത് അവർക്ക് അറിയാം. അപ്പൊ അവരൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് ഈ മുച്ചറി മുറിയെണ്ണാക്കിന്റെ സർജറി ചെയ്യുന്നത്. മറ്റൊരു കാര്യമാണ് ഈ ഏജിങ്. ഒരു 30-35 വയസ്സ് അല്ലെങ്കിൽ 40-കളിലേക്ക് കിടക്കുമ്പോൾ ഏജിങ് ഭയങ്കര പ്രശ്നം. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കറിയാം, എല്ലാവർക്കും പ്രശ്നം. അപ്പം നമ്മളിനി ഏജ് ആവണ്ടെന്ന് വിചാരിച്ച് ഒരു 30 ആകുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ സ്ലീപ്പ് ചെയ്യുന്നു, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഏജിങ്ങിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏജിങ് ലെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ? ഏജിങ്ങിൽ ഇപ്പം കൂടുതലും ആൾക്കാർ ഈ 35, 40, 45 മുതലാണ് ഇങ്ങനെ വരുന്നത്. അതിൽ കൂടുതലും സ്ത്രീകളാണ് കൂടുതലും വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഞാനൊരു ടോക്കിൽ പറഞ്ഞു, അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഏജിങ്ങിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട് അവരുടെ ഒരു ജേണി. പുരുഷൻ എന്ന് പറയുന്നത് സ്ലോ ഏജിങ് ആണ്, ഗ്രാജുവലി ആണ് പുരുഷൻ ഏജ് ആവുക. നല്ല ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ, അതായത് അവൻ്റെ ഒരു പുരുഷന്റെ ഏറ്റവും സൗന്ദര്യം തുടങ്ങാന്ന് പറഞ്ഞാൽ 40-കളിൽ നിന്നാണ്. നല്ല സുന്ദരനായി പിന്നെ ഗ്രാജുവലി ആണ് പോവുക. പക്ഷെ സ്ത്രീകൾ എന്താന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഒരു മലയിൽ നിന്ന് താഴെ വീഴുന്ന പോലെയാണ് അവരുടെ ഏജിങ് പ്രോസസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പുരുഷൻ ഇപ്പോൾ ഒരു 5% എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരു 100% എഫേർട്ട് എടുക്കണം. കാരണം അവരുടെ ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ അതിൽ വരുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ത്രെഡ് ലിഫ്റ്റിംഗ് ആണ്. കൂടുതലും സ്ത്രീകൾ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീ ആയാലും കൂടുതലും സ്ത്രീകളാണ് ആവശ്യപ്പെട്ട് വരുന്നത്. അതായത് എനിക്ക് വലിയ വലിയ സർജറീസ് ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ എൻ്റെ മുഖം ഒന്ന് ടൈറ്റ് ആക്കി തരണം, എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തിട്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന ത്രെഡ് ലിഫ്റ്റിംഗ്. അതായത് നമ്മൾ ചെറുങ്ങനെ ഒന്ന് മരവിപ്പിക്കുന്നു, അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ ചെയ്യുന്നു, കൊളാജൻ ത്രെഡ്സ് അത് നമ്മുടെ ശരീരത്തിൽ ഇടുന്നു, വലിക്കുന്നു. അപ്പൊ നമ്മൾ ചെറിയൊരു പിൻ പ്രിക്ക്, സർജറി ഒന്നല്ല, ഒരു ചെറിയ ദ്വാരത്തിലൂടെ നമ്മൾ നൂലിട്ടിട്ട് നമ്മൾ വലിക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല ടൈറ്റ് ആവും. ഇങ്ങനെ ടൈറ്റ് ആവും. കീഴ്ത്താടി ചെയ്താൽ കീഴ്ത്താടി ടൈറ്റ് ആവും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വളരെ ഭംഗിയാവും. ഒരു വിത്തിൻ 2 weeks 3 weeks ഒക്കെ ആകുമ്പോൾ മുഖം നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 8 months, 1 year, 1 year, 2 months എന്നൊക്കെ പറഞ്ഞ് ഓരോ ത്രെഡ്സിന്റെ വേരിയൻസ് ഉണ്ട്. അതിന്റെ ക്വാളിറ്റി പോലെ ഇത്രയും കാലം നിൽക്കും. അപ്പൊ മുഖം നല്ല ടൈറ്റ് ആയിരിക്കും. അത് വീണ്ടും ആ സമയത്ത് വന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ത്രെഡ് ലിഫ്റ്റിംഗ്. എത്ര കാലത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യണം? 1 വർഷം അല്ലെങ്കിൽ 1.25 വർഷം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇതിന്റെ കോസ്റ്റ് ഓരോരാളും ഓരോ തരത്തിലാണ് ചാർജ് ചെയ്യുന്നത്. എന്തായാലും ഒരു ആവറേജ് ഇപ്പം ഒരു ത്രെഡിന് മിനിമം ഒരു 5,000 to 10,000 വരെ റേഞ്ചസ് ഉണ്ട് ഒരു ത്രെഡിന്. ഈ ത്രെഡ് എന്ന് പറയുന്നത് കൊലാജൻ ആണ്, നൂലല്ല ശരിക്കുള്ളത്. ആ ത്രെഡ് ശരീരത്തിന്റെ ഉള്ളിൽ പോയിട്ട് 1 വർഷം 6 മാസം 8 മാസമൊക്കെ കൂടുമ്പോൾ അത് തന്നെ താൻ അലിഞ്ഞു പോകും. അലിഞ്ഞു പോകുമ്പോൾ കൊലാജൻ ആണ് വരുന്നത്. അപ്പം സ്കിന്നും നന്നാവും ആക്ച്വലി. അപ്പം ആ ത്രെഡിന് അപ്പൊ എത്ര ത്രെഡ് വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം ഇവിടെ ഒരു മിനിമം ത്രെഡ് ലിഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ മിനിമം വേണ്ടത് 2 എണ്ണം ഇവിടെയും വേണം, 2 എണ്ണം ഇവിടെയും വേണം. ഐഡിയലി 3 എണ്ണം വേണം, അല്ലെങ്കിൽ 4 എണ്ണം വേണം. അപ്പം എത്രയാണോ ത്രെഡ്സിന്റെ എണ്ണം കൂടുന്നത് അത്രയും കോസ്റ്റ് കൂടുന്നുള്ളത്. അപ്പോൾ ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ നമ്പ്യാസ് ക്ലിനിക്കിൽ എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ മറ്റ് ക്ലിനിക്സിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ മാത്രം സ്പെഷ്യലായി കിട്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അവിടെ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്നത് വരുൺ നമ്പ്യാർ മാത്രമാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എല്ലാ ക്ലിനിക്കുകളിലും എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ് എന്നെ കിട്ടണമെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ വരണം. പിന്നെ എന്താ പറയുക, ഞാനൊരു പ്രത്യേകമായിട്ട് എൻ്റെ ഒരു സ്ഥാപനം ഭയങ്കരമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പം അത്യാവശ്യം ദൈവം സഹായിച്ചിട്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അവരുടെ ലൈഫിനെ മാറ്റാൻ എനിക്ക് സാധിച്ചു. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് കേരളത്തിൽ വളരെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തി ഞാനാണ്. അതായത് ഒരുപാട് ട്രീറ്റ്മെന്റ് സർജറീസ് ആണെങ്കിലും അതിലൊരു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അതിന് ഒരുപാട് ഞാൻ അനുഭവിക്കുന്നതുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും ജനങ്ങൾക്ക് അവരുടെ കോസ്മെറ്റിക് നീഡ്സ്, അതായത് മുഖത്തിന്റെ കോസ്മെറ്റിക് സർജറീസ് അല്ലെങ്കിൽ മുഖത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സ്ഥാപനവും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു ഡോക്ടർ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതിന് എനിക്ക് ഏറ്റവും വലിയ ഉപകാരമായി തോന്നിയത് ആ ഒരു ഫേസ് റുട്ടീനാണ്, എങ്ങനെയാണ് ഡീപ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള റുട്ടീനാണ്. അപ്പോൾ സൺസ്ക്രീൻ ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഈ സെറം ഒക്കെ ഇനി ഉപയോഗിച്ച് തുടങ്ങണം. എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ ഒന്നുകൂടി ഇരിക്കണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.